ഇനിയൊന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. 12 ദിവസമായി ശരി ഹോസ്പിറ്റലിൽ. ഇത് മുകളിൽ ഒരാൾ കിടക്കും. നേരത്തെ ഞാൻ മുകളിലായിരുന്നു. താഴെ ചെറുതാണ്. ഇവിടെ ഫ്രീ ആയിട്ടും യൂസ് ചെയ്യാം, കാശ് കൊടുക്കും. നമുക്ക് കുടിക്കുന്നതിന് 10 രൂപ, ബാത്റൂമിൽ 5 രൂപ. അല്ല, യൂറിൻ പാസ് ചെയ്യുന്നതിന് 5 രൂപ, ബാത്റൂമിൽ പോയി 10 രൂപ. ഞാനിടയ്ക്ക് അവിടെ ഫുഡിൻ്റെ ഇവിടെ ഫുഡ് നമ്മുടെ കുടിച്ച് ക്യൂ നിൽക്കണം. അല്ലാതെ പാത്രങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ശരി കൊടുക്കും. അതും ക്യൂ നിൽക്കണം. വലിയ ചിലവില്ല. എങ്കിലും സാധാരണപ്പെട്ടവർക്കൊക്കെ ഒന്ന് നിൽക്കുക, ഒന്നും പേടിക്കണം. ഇങ്ങനൊരു ഇതെടുക്കുന്നതിന് 30 രൂപയാവും. ഡെയിലി 30 രൂപ. നാളെ പ്രാവശ്യം നിൽക്കുന്നത് അത്രയും ഇതിനകത്ത് ബാത്റൂമോ അങ്ങനെയുള്ള വേറെ കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. എന്തായാലും നല്ലതാണ്. നമുക്ക് മഴയായാലും ഇതുവരെ നമുക്ക് കയറി കിടക്കാം. നമ്മുടെ സാധനങ്ങളൊക്കെ സേഫായിട്ട് നമുക്കത് ക്യാഷും വിലപ്പെട്ട സാധനങ്ങളൊക്കെ നമ്മളെ കയ്യിൽ തന്നെ എപ്പോഴും ചെയ്യണം. ഇന്നലെയും കൂടെ ഇവിടുന്ന് എന്തോരം മൊബൈലൊക്കെ പോയി എന്ന് പറയും. അത് നല്ല മോശമുണ്ട്. രാത്രിയിലൊക്കെ അവിടെയൊക്കെ കിടന്ന് ഉറങ്ങുന്നവരെയൊക്കെ മൊബൈലും പൈസയൊക്കെ കിടന്നു. നമ്മളാരും എല്ലാവരും കൊണ്ടൊക്കെ കിടന്നില്ല. അത് മാത്രമല്ല, ആരും മൈൻഡ് ചെയ്യില്ല. അങ്ങനെ ഫോണും പൈസയൊക്കെ പോയി എന്നൊക്കെ പറയും. ഞാനെപ്പോഴും എൻ്റെ ഒരു ബാഗ് കൂടെ ഉണ്ടാവും. ഈ ബാഗ് ഇപ്പം ഇല്ല പച്ചക്കുതിരല്ലേ വലിയ കൊണ്ടിടങ്ങ് പറഞ്ഞിട്ട് എപ്പോഴും ഇതിങ്ങനെ ഷൂവോ ഇടുമെന്ന് പറഞ്ഞിട്ട് കൊണ്ടിടക്കും. ഇതിൽ അത്യാവശ്യം പേപ്പറും കാര്യങ്ങളെല്ലാം ഇതിനകത്താണ്. ചിലപ്പം നമുക്ക് പോയിട്ട് തിരിച്ചു ചിലപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ച് ഇതിനകത്ത് വെക്കുകയും ചെയ്യാം. മെഡിസിനൊക്കെ ഫ്രീ ഉണ്ട്. അപ്പോൾ മെഡിസിനൊക്കെ എടുക്കാൻ നമ്മൾ ആ ഫോണ് തരുന്ന മെഡിസിൻ എഴുതി തരുന്ന ഫോണല്ല, മെഡിസിൻ എഴുതി തരുന്ന ഫോണിൽ നമ്മളവിടെ താഴെ കൊണ്ടുപോയി സൈൻ ചെയ്ത് സീൽ ചെയ്തിട്ട് കാരുണ്യം കൊണ്ടുപോകും. കാരുണ്യം ഇല്ലെങ്കിൽ എല്ലാവർക്കും മെഡിക്കൽ സ്റ്റോർ അവിടെ കൊണ്ടുപോകും. അങ്ങനെ 2-3 മെഡിക്കൽ സ്റ്റോറിൽ നമ്മൾ കയറിയാണ്. അങ്ങനെ നമ്മുടെ ആ സ്കീമിലുള്ളത് ആ മരുന്നുകൾ നമുക്ക് കിട്ടും ഫ്രീ ആയിട്ട്. അപ്പോൾ അതുകൊണ്ടിങ്ങനെ മേടിച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ ബാഗ് നിറയും. അതുകൊണ്ട് ഇങ്ങനെ കൊണ്ടു നടക്കുന്നതിൽ ഉപയോഗമുണ്ട് ബാഗ്. പിന്നെ മുമ്പ് സാധനങ്ങളൊക്കെ മേടിച്ചകത്ത് കൊടുക്കുന്നതിൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ച് എല്ലായിടത്തും പല പല റേറ്റാണ്. അതായത് ഒരു കടയിൽ നമ്മളിപ്പം ഒരു റേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത കടയിൽ അതിനേക്കാൾ കുറഞ്ഞ റേറ്റായിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ഒന്ന് മേടിക്കും. 100 രൂപയ്ക്ക് 4 തോർത്ത്, ചിലയിടത്ത് ഒരു തോർത്തിന് 50 രൂപ. ഇപ്പം ഓക്കെ ഇതാണ് ഞാൻ കുളിക്കണം, നല്ല ചെയ്യണം, എന്തെങ്കിലും കഴിക്കണം, ഇത് ചെയ്യണം, അതൊന്നും ഇവിടെ കിടക്കും. ഇപ്പോൾ ഒരു ഡെലിവറി കഴിഞ്ഞു മോനായിരുന്നു, 2ാമത്തെ ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ വലിയ ഫോട്ടോ ഒന്നുമില്ല. ഇപ്പോൾ ഡിസ്ചാർജ് ആകുമ്പോൾ ചിലപ്പോൾ പേപ്പർ വർക്കിന് ചിലപ്പോൾ ഓടേണ്ടി വരും. അതിനെപ്പറ്റി ഇത് വേറെ ഇങ്ങനെ ഓടേണ്ടി വരും. പിന്നെ ഇവിടുന്ന് നമുക്ക് ഫ്രീ ടാക്സ് ഉണ്ട്. ടാക്സി നമുക്ക് ഫ്രീ കിട്ടും. സർക്കാർക്ക് മാത്രമുള്ള കേട്ടോ. കൊല്ലം ജില്ലയ്ക്ക് തിരുവനന്തപുരം ഫ്രീ കിട്ടും. അതിൻ്റെ പേപ്പർ പെർഫോം ചെയ്യും. അത് ഡിസ്ചാർജ് ആകുമ്പോഴാണ് നമ്മളത് നല്ലതാണ്. കൊല്ലം വില. അപ്പോൾ ഓക്കെ ബൈ. ഈ ബിൽഡിങ്ങിനാണ് നമുക്ക് ബെഡുള്ളത്. ഇത് എൻ്റെ റൂമാണ്. ഇതാണ് ബെഡ്. എൻ്റെ കോൺക്രീറ്റ് ചെയ്ത 2 സെറ്റുണ്ട്. മുകളിലും താഴെ. ഈ റൂമിൽ 2 പേർക്ക് കിടക്കാം.
നമുക്ക് ഫ്രീ ആയിട്ട് വിശ്രമിക്കാനുള്ള സ്ഥലമാണ് ഈ ചെറിയ ബിൽഡിങ്. ഇത് പുറത്തൊരു കാഴ്ചയാണ്. പുതിയൊരു മേൽപ്പാലം വന്നിട്ടുണ്ടായിരുന്നു. കെട്ടിട തുറന്ന് നോക്കുന്നത്. ഇത് നമുക്ക് നേരെ പട്ടം പോകുന്ന റൂട്ടാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ചെറിയൊരു കൃഷി പരിപാടിയും ചീര നട്ടിരിക്കുന്നു. KCB എന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം സംഭവം. നല്ല പാവലൊക്കെ പിടിച്ച് വിടുന്നുണ്ട്. പക്ഷേ ഇത് കവറിടണമായിരുന്നു. ഇതിന് പുഴു പിടിക്കും കവറിടാതിരുന്നു കഴിഞ്ഞാൽ. അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ എൻ്റെ പുറകിലുണ്ട്. നമ്മളൊന്നും അറിയുന്നില്ല എന്ന് തോന്നുന്നു. പാവലും പയറും ചുവന്ന ചീരയും എല്ലാം ഉണ്ട്. അങ്ങനെ അവിടെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഇവന്മാരെ കണ്ടത്. ഇവന്മാർ പിന്നെ അവിടെ ഒരുപാടുണ്ട്. അങ്ങനെ വൈകിട്ട് ഇവിടെ ഇരുന്നപ്പം എൻ്റെ കാലൊക്കെ ഒരു പച്ച വെട്ടിൽ കയറിയിട്ടുണ്ട്. ഇത് ദേഹത്തിരുന്നാൽ നല്ലതാണോ ദോഷമാണോ എന്നൊന്നും അറിയില്ല. നല്ലതാണെന്നൊക്കെ പറയുന്നു, കാശ് വരുമെന്നൊക്കെ പറയുന്നു. പക്ഷേ ഇവ എൻ്റെ ദേഹത്ത് എന്ന് കയറിയിട്ടുണ്ടോ അന്നെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് കാശ് പോയിട്ടല്ലാതെ എൻ്റെ കയ്യിലോട്ട് വരുന്നതായിട്ട് എനിക്ക് എന്തുവരെയായിട്ടും കിട്ടിയിട്ടില്ല. നിലയും ദേഹത്ത് കയറി എൻ്റെ കയ്യിൽ വന്നിരുന്നു. വൈകിട്ടായി എല്ലാവരും ഓരോരോ കൂട്ടിൽ കയറാനുള്ള ശ്രമമാണ്. ഇവിടെ മൊത്തം കാറ്റ് കിളികളെ വേഗമൊക്കെ വൈകിട്ടാകുമ്പോഴത്തേക്കും ഏറ്റവും വേഗമാണ്. അങ്ങനെ ഇന്നത്തെ എല്ലാവർക്കും എത്തി. അപ്പോൾ ഇന്ന് ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി ഇന്നലെ വൈകിട്ടോട് കൂടി. അപ്പം അവിടുത്തെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. എന്തായാലും വീട്ടിലെത്തി. ഇന്ന് ഞാൻ മോളെ വിളിക്കാൻ പോകും. മോള് ഇവിടെ വെഞ്ഞാറമൂട് നമ്മുടെ ഒരു റിലേറ്റീവ് വീട്ടിൽ. അപ്പം അവൾ ഇത്രയും നാളായിട്ട് അവളെ അനിയൻകുട്ടനെ കണ്ടിട്ടില്ല. അപ്പോൾ ഇന്ന് അവൾ വിളിച്ചുകൊണ്ട് പോയി അവളെ അനിയൻകുട്ടനെ കാണിച്ചു കൊടുക്കാൻ പോവാം. അവളെ എക്സ്പ്രഷൻ എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ആദ്യമായിട്ട് കാണാൻ പോവാം. മോനുട്ടോ എന്ന് വിളിച്ചേ. മോനുട്ടോ.